കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെങ്കിലും മുന്നണി മാറ്റ വിവാദങ്ങളും ചർച്ചയാകും. നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ജോസ് കെ മാണിക്ക് ആശ്വാസമാണ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, നിൽക്കുന്നെങ്കിൽ ഒരുമിച്ച് അതിനി എവിടെയായെങ്കിലും എന്നതാണ് ജോസ് കെ മാണിയുടെ ചെയർമാന്റെ തീരുമാനവും നിലപാടും. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും പരസ്യമായി തന്നെ ഇടതിനൊപ്പം LDF-ൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇന്നലെ പോലും 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത്, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പോലും പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്താണ് സാധ്യത? ഗോകുൽ, തീർച്ചയായിട്ടും ഇപ്പോഴും UDF പ്രതീക്ഷ വെക്കുന്നു. അതിനുള്ള കാരണം LDF-ൽ നിന്നുമില്ല, അതായത് LDF ഇട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിലെ ചില വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും UDF-ന് പ്രതീക്ഷ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണമുണ്ടാകുക എന്നുള്ള ആ ഒരു പ്രസ്താവന. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് ജോസ് കെ മാണി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലാണ് UDF-ന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മളോട് UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ആ വാതിൽ അടച്ചിട്ടില്ല എന്നുള്ളൊരു പ്രതികരണം UDF നേതാക്കൾ നടത്തിയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചകൾ ഈ ജനപ്രതിനിധികളായിട്ട് ജയിച്ചു വന്ന MLA-മാർക്കിടയിലും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനിടയിലുമൊക്കെ ഉണ്ടായ ആ ഒരു ഭിന്നതയാണ്. അതിൽ രണ്ട് വിഭാഗം ഉണ്ടായി. അതായത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ UDF-നൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം വേണ്ട, പിളർപ്പിലേക്കൊന്നും പോകണ്ട, ഒരു തീരുമാനമെടുത്താൽ അത് ഒറ്റക്കെട്ടായിട്ട് മതി, നിലവിൽ നമുക്ക് LDF-ൽ നിൽക്കാമെന്നുള്ള ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ജോസ് കെ മാണി അത്ര കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതും. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കൂടുതൽ നേതാക്കൾക്ക് UDF-നൊപ്പം പോകണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അവർ നടത്തിയിട്ടുള്ളതുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്, പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൂടുതൽ നേതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ജോസ് കെ മാണി തന്നെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭാ നേതൃത്വം കൂടുതലായും ബന്ധപ്പെട്ടിട്ടുള്ളത് താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ടാണ്. സംസ്ഥാന നേതാക്കളോടോ ചെയർമാനോടോ ഒന്നും തന്നെ ഈ മുന്നണി മാറ്റത്തെക്കുറിച്ച് ഒരു ചർച്ചകളും സഭാ നേതൃത്വവും നടത്തിയിട്ടില്ലെന്ന് പറയുന്നു. ഈ താഴെത്തട്ടിലുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ അവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ളവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ആളുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ അഭിപ്രായം പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് UDF ഇപ്പോഴും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. എന്നാൽ മറുവശത്ത് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തെ അവർ പോസിറ്റീവായി തന്നെ കാണുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചു. ജോസ് കെ മാണിയോടും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനോടും ഒക്കെ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. LDF ഇട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളുടെ, കൂടുതൽ പാർട്ടി പ്രവർത്തകരുടെ നിലപാട് എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ഒരു സംസ്ഥാന സമിതി കൂടി ചേർന്ന് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് നിലപാട് മാറ്റേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തീരുമാനം ഒരു വിഷയാധിഷ്ഠിതമായിട്ടല്ല ഈ തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. പാർട്ടി ഭരണത്തിന് വേണ്ടി കൂറുമാറുന്ന ഒരു പാർട്ടിയായി തന്നെ വിലയിരുത്തപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നോക്കിക്കണ്ടുമുള്ള തീരുമാനങ്ങളെ ജോസ് കെ മാണിയും കൂട്ടരും എടുക്കൂ എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. ഗൂഗിൾ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.